കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമ. കുറുപ്പിന്റെ സഹതിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ. ക്രൈം ത്രില്ലർ ജോണിൽ ഉൾപ്പെടുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കുറച്ചു മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. എന്താണ് ഈ കളങ്കാവൽ? അതിനു മുൻപ് നമുക്കൊരു കഥയിൽ നിന്നും ആരംഭിക്കാം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കള്ള് ചെത്തുകാരൻ താമസിച്ചിരുന്നു. അയാൾ പതിവായി തെങ്ങുകളിൽ നിന്നും കള്ള് ശേഖരിക്കും. എന്നാൽ കുറച്ച് ദിവസങ്ങളായി അയാളുടെ കള്ളുപാത്രത്തിൽ കള്ള് കാണാനില്ല. ആരോ തന്റെ കള്ള് കുടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ കള്ളനെ പിടിക്കാനായി രാത്രി കാവലിരുന്നു. അന്ന് രാത്രി അയാൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു തവള തെങ്ങിൽ നിന്നും മറ്റേ തെങ്ങിലേക്ക് ചാടി കള്ളു കുടിക്കുന്നു. അയാൾ തവളയെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ തവള വളരെ വേഗത്തിൽ ചാടി രക്ഷപ്പെട്ടു. തവള കായലിലേക്ക് ചാടിയപ്പോൾ ദേഷ്യം വന്ന കള്ളുചെത്തുകാരൻ കയ്യിലിരുന്ന കല്ലെടുത്ത് തവളയെ എറിഞ്ഞു. കല്ല് തവളയുടെ കാലിൽ കൊണ്ടു. വേദന സഹിക്കാനാവാതെ തവള കായലിൽ മുങ്ങിപ്പോയി. കള്ളു നഷ്ടപ്പെട്ടതിലും തവളയെ പിടിക്കാൻ പറ്റാത്തതിലും അയാൾക്ക് സങ്കടം തോന്നി. ഒരു സാധാരണ തവളയിൽ അസാധാരണത്വം കണ്ട അയാൾ അതിന്റെ കാരണം അറിയാനായി കേളൻ കുലശേഖരൻ എന്ന മഹാമാന്ത്രികനെ സമീപിച്ചു. തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ തവള സാക്ഷാൽ ശ്രീ ഭദ്രകാളിയാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് കേളൻ കുലശേഖരൻ 7 ദിവസത്തോളം വെള്ളായണി കായലിൽ ആ തവളയെ തിരഞ്ഞു. ഒടുവിൽ കണ്ടെത്തിയ ശേഷം 8 നായർ തറവാട്ടുകാരുടെ സഹായത്തോടെ ഒരു മുടിപ്പുര ഉണ്ടാക്കി അവിടെ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു. അവിടെ അന്ന് പ്രതിഷ്ഠിച്ച ദേവി തന്റെ കർമ്മത്തിനനുസരിച്ച് കാളിയാവുകയും ദേവിയാവുകയും ചെയ്യുന്നു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി വരുന്നു എന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ കാളിയൂട്ട് ഉത്സവത്തിലാണ് ഈ കടങ്കാവൽ ചടങ്ങ് നടക്കുന്നത്. രൗദ്രഭാവമുള്ള കാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ കാന്താര സിനിമയിലേക്ക് കണ്ടതുപോലെ ദേവിയുടെ ഒരേ രൂപത്തിലുള്ള 2 ഭാവങ്ങൾ മാത്രമാണ് കാളിയും ദേവിയും. കാളി ക്രോധവും സംഹാര ശക്തിയും പ്രതിനിധീകരിക്കുമ്പോൾ ദേവി കാരുണ്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. നന്മയുടെയും കരുതലിന്റെയും ദേവിയായി വിനായകൻ മാറുമോ, അതോ സംഹാരത്തിന്റെ ക്രൂരഭാവമായ ഭദ്രകാളിയായി മമ്മൂട്ടി മാറുമോ? ഐതിഹ്യങ്ങളെ കോർത്തിണക്കിയാവാം സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ കഥയ്ക്ക് അനുസരിച്ചുള്ള പേര് തിരഞ്ഞെടുത്തതുമാവാം. എന്തായാലും തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. കൊടുമൻ പോറ്റിയുടെ 1ാം വാർഷിക ദിനത്തിലാണ് കളങ്കാവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. ദാരികനായും ദേവിയായും മലയാളത്തിന്റെ മമ്മൂട്ടി ഇനിയും പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയമില്ല.